ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ടി20യിൽ 7 വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. പരമ്പരയിൽ 2-1 ലീഡ് നേടി ഇന്ത്യ ആധിപത്യം ഉറപ്പിക്കുമ്പോഴും വിജയത്തിന്റെ മധുരത്തിൽ അലിഞ്ഞുചേരാത്തൊരു കയ്പുനീർ ബാക്കിയുണ്ട്. അത് വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ ഫോമും അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളുമാണ്. മൈതാനത്ത് ഇന്ത്യ ജയിച്ചെങ്കിലും സൈബർ ഇടങ്ങളിൽ ശുഭ്മാൻ ഗിൽ ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. മത്സരശേഷം ഗിൽ പങ്കുവച്ച ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വൻ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. സഞ്ജു സാംസണിനെ പോലുള്ള അർഹരായ താരങ്ങളെ പുറത്തിരുത്തി മെല്ലെ പോക്ക് ബാറ്റിംഗ് തുടരുന്ന ഗിൽ ടീമിൽ കടിച്ചു തൂങ്ങുകയാണെന്നാരോപിച്ച് ആരാധകർ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. മത്സരശേഷം ശുഭ്മാൻ ഗിൽ തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവച്ച ചിത്രങ്ങളാണ് ആരാധകരെ പ്രകോപിപ്പിച്ചത്. ഇന്ത്യൻ ജേഴ്സിയിൽ ബാറ്റ് ചെയ്യുന്നതും ഫീൽഡ് ചെയ്യുന്നതുമായ 4 ചിത്രങ്ങൾ ഗിൽ പങ്കുവച്ചു. അതിന് അദ്ദേഹം നൽകിയ ക്യാപ്ഷൻ നോട്ടം മുന്നിലേക്ക് എന്ന അർത്ഥം വരുന്ന വാക്കുകളും ഒപ്പം ഇന്ത്യൻ പതാകയുടെ ഇമോജിയുമാണ്. സാധാരണഗതിയിൽ ഒരു വിജയത്തിന് ശേഷം ഇത്തരം പോസ്റ്റുകൾക്ക് അഭിനന്ദന പ്രവാഹമാണ് ലഭിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ കഥ മാറി. കമന്റ് ബോക്സ് നിറയെ വിമർശനങ്ങളും പരിഹാസങ്ങളും ശാപവാക്കുകളും കൊണ്ട് നിറഞ്ഞു. സ്വന്തം പ്രകടനത്തെക്കുറിച്ച് യാതൊരു ആത്മപരിശോധനയും നടത്താതെ ഇത്തരം ഹീറോയിക് ക്യാപ്ഷനുകൾ നൽകാൻ ഗില്ലിന് എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഭൂരിഭാഗം പേരും ചോദിക്കുന്നത്. ആരാധകരുടെ രോഷത്തിന് വ്യക്തമായ കണക്കുകളുടെ പിൻബലമുണ്ട്. ധരംശാലയിലെ ബാറ്റിംഗിന് അനുകൂലമായ പിച്ചിൽ 100 സ്ട്രൈക്ക് റേറ്റിലാണ് ഗിൽ ബാറ്റ് വീശിയത്. 28 പന്തുകൾ നേരിട്ട ഗില്ലിന് വെറും 28 റൺസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. ആധുനിക ടി20 ക്രിക്കറ്റിൽ പവർ പ്ലേ ഓവറുകൾ ഉപയോഗപ്പെടുത്തേണ്ട ഒരു ഓപ്പണർ ടെസ്റ്റ് ക്രിക്കറ്റിലേതുപോലെ ബാറ്റ് ചെയ്യുന്നത് ടീമിന് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. ഗില്ലിന്റെ മെല്ലെ പോക്ക് കാരണം മധ്യനിരയിലെത്തുന്ന സൂര്യകുമാർ യാദവിനും തിലക് വർമ്മയ്ക്കുമേൽ അനാവശ്യ സമ്മർദ്ദമുണ്ടാവുന്നു. ഈ വർഷത്തെ ഗില്ലിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ ആരും ഞെട്ടും. 2025 ഇതുവരെ കളിച്ച 15 ടി20 ഇന്നിംഗ്സുകളിൽ ഒരൊറ്റ അർദ്ധ സെഞ്ചുറി പോലും നേടാൻ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റന് സാധിച്ചിട്ടില്ല. എന്നിട്ടും ടീം മാനേജ്മെന്റ് അദ്ദേഹത്തിന് തുടർച്ചയായി അവസരങ്ങൾ നൽകുന്നു എന്നതാണ് വിമർശനങ്ങളുടെ കാതൽ. ഗില്ലിന്റെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളിൽ ഭൂരിഭാഗവും മലയാളി താരം സഞ്ജു സാംസണിന്റെ പേര് പരാമർശിച്ചുകൊണ്ടുള്ളതാണ്. സഞ്ജുവിനെ പോലെ 3 ടി20 സെഞ്ചുറികൾ നേടി നിൽക്കുന്ന മികച്ച ഫോമിലുള്ള ഒരു താരത്തെ പുറത്തിരുത്തിയാണ് ഗില്ലിനെ കളിപ്പിക്കുന്നത്. ഒരാരാധകന്റെ കമന്റ് ഇങ്ങനെയാണ്: നിങ്ങൾ ഇന്ത്യൻ ടി20 ടീമിൽ സ്ഥാനം അറിയിക്കുന്നില്ല. നിഷ്കളങ്കനായ സഞ്ജു സാംസണിൽ നിന്നും ഓപ്പണിംഗ് സ്ഥാനം നിങ്ങൾ തട്ടിയെടുത്തു. നിങ്ങളെ ദൈവം വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങൾ അനുഭവിക്കും, വളരെ മോശമായി തന്നെ. തീർച്ചയായും ഇതിന് നിങ്ങൾ അനുഭവിക്കും. ഇത് വെറുമൊരു കമന്റ് അല്ല, മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ പുകയുന്ന കടുത്ത അമർഷത്തിന്റെ പ്രതിഫലനമാണ്. കഴിവിനേക്കാൾ ഉപരി സ്വാധീനത്തിന് പ്രാധാന്യം ലഭിക്കുന്നു എന്ന തോന്നൽ ആരാധകരെ വേദനിപ്പിക്കുന്നു. ഗില്ലിന്റെ സ്ട്രൈക്ക് റേറ്റിനെ പരിഹസിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തി. ശുഭ്മാൻ ഗിൽ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും നാണമുണ്ടോ? ഇന്ത്യൻ ടി20 ടീമിൽ ഓപ്പണിംഗ് സ്ഥാനം ഉറപ്പായും അറിയിച്ചയാളുടെ സീറ്റാണ് നിങ്ങൾ തട്ടിയെടുത്തിരിക്കുന്നത്. 28 ബോളിൽ 28 റൺസാണ് ഈ കളിയിൽ നിങ്ങൾ എടുത്തത്. ഏകദിനത്തിൽ പോലും ഇതിനേക്കാൾ മികച്ച സ്ട്രൈക്ക് റേറ്റോടെ താരങ്ങൾ ബാറ്റ് ചെയ്യും എന്നാണ് മറ്റൊരു ആരാധകൻ കുറിച്ചത്. ടീമിന്റെ വിജയത്തിന് യാതൊരു സംഭാവനയും നൽകാതെ വിജയത്തിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനാണ് ഇത്തരം പോസ്റ്റുകൾ ഇടുന്നതെന്ന് വിമർശകർ പറയുന്നു. നിങ്ങൾക്ക് ക്രിക്കറ്റ് ബോളിലേക്കൊഴികെ ബാക്കി എല്ലാത്തിനും നല്ല നേട്ടമുണ്ട്. നിങ്ങളുടെ പേര് ശുഭ്മാൻ ഗിൽ എന്നാണ്, അല്ലാതെ വിരാട് കോഹ്ലി അല്ല തുടങ്ങിയ ട്രോളുകളും വ്യാപകമാണ്. ഗില്ലിനെതിരെ മാത്രമല്ല, BCCIയുടെ സെലക്ഷൻ നയങ്ങൾക്കെതിരെയും പ്രതിഷേധം ശക്തമാണ്. സഞ്ജു സാംസണിനൊപ്പം റിങ്കു സിംഗിനെയും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു. ബ്രോ, നിങ്ങളെ ഇന്ത്യൻ ടി20 ടീമിൽ ഉൾപ്പെടുത്തുന്നതിനായി സ്ഥാനം അറിയിച്ച 2 താരങ്ങളാണ് ഇപ്പോൾ അവസരമില്ലാതെ പുറത്തിരിക്കുന്നത്. സഞ്ജു സാംസണും റിങ്കു സിംഗുമാണിത്. BCCIയുടെ ഫേവറേറ്റ് അല്ലാത്തത് കൊണ്ടും അത്ര സ്വാധീനമില്ലാത്ത ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാഗമായതുകൊണ്ടും 3 സെഞ്ചുറികൾ അടിച്ചിട്ടും സഞ്ജു അവഗണിക്കപ്പെടുകയാണ് എന്ന് ഒരു ആരാധകൻ നിരീക്ഷിക്കുന്നു. ഈ വർഷം 15 ഇന്നിംഗ്സുകളിൽ പരാജയപ്പെട്ടിട്ടും ഗില്ലിന് ലഭിക്കുന്ന ഈ ലോങ് റോപ്പ് എന്തുകൊണ്ട് സഞ്ജുവിന് ലഭിക്കുന്നില്ല? ഒരു പരമ്പരയിൽ പരാജയപ്പെട്ടാൽ ഉടൻ പുറത്താക്കപ്പെടുന്ന സഞ്ജുവും 15 തവണ പരാജയപ്പെട്ടിട്ടും വൈസ് ക്യാപ്റ്റനായി തുടരുന്ന ഗില്ലും ഇന്ത്യൻ ക്രിക്കറ്റിലെ 2 തരം നീതിയുടെ പ്രതീകങ്ങളായി മാറിയിരിക്കുന്നു. ഗില്ലിന്റെ പ്രതിഭയെ ആരും ചോദ്യം ചെയ്യുന്നില്ല. ടെസ്റ്റിലും ഏകദിനത്തിലും അദ്ദേഹം മികച്ച താരമാണ്. എന്നാൽ ടി20 ഫോർമാറ്റ് അദ്ദേഹത്തിന് വഴങ്ങുന്നില്ല എന്ന് കണക്കുകൾ തെളിയിക്കുന്നു. സുഹൃത്തെ, നിങ്ങൾ പ്രതിഭാശാലിയായ താരം തന്നെയാണ്. പക്ഷേ ടെസ്റ്റിലും ഏകദിനത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത്. ഇന്ത്യൻ ടി20 ടീമിൽ ഈ തരത്തിൽ അറിയിച്ച താരങ്ങളുടെ സ്ഥാനം കവർന്നെടുക്കരുത്.
T20യിൽ നിന്നും ഉടൻ വിരമിക്കൂ. അതാണ് നിങ്ങൾക്കും രാജ്യത്തിനും നല്ലത് എന്ന ഉപദേശമാണ് ഭൂരിഭാഗം ക്രിക്കറ്റ് പ്രേമികളും നൽകുന്നത്. ധരംശാലയിലെ വിജയം ഇന്ത്യൻ ടീമിന് ആശ്വാസം നൽകുന്നുണ്ടാകാം. പക്ഷേ ശുഭ്മാൻ ഗിൽ എന്ന ഓപ്പണർ ടീമിന് ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗില്ലിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെ നിറയുന്ന ഈ രോഷം BCCIയും ടീം മാനേജ്മെന്റും കാണുന്നുണ്ടാകും. ഇനിയും കണ്ണടച്ചിരുട്ടാക്കാനാണ് ഭാവമെങ്കിൽ വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ഗാലറിയിൽ നിന്ന് കൂവലുകൾ ഉയർന്നാൽ അത്ഭുതപ്പെടാനില്ല. സഞ്ജു സാംസണിനെ പുറത്തിരുത്തി ഗിൽ കളിക്കുന്ന ഓരോ പന്തും ആരാധകർ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 28 പന്തിൽ 28 റൺസ് എന്ന ടെസ്റ്റ് ഇന്നിംഗ്സ് T20 ലോകകപ്പ് സ്വപ്നം കാണുന്നൊരു ടീമിനൊട്ടും ഭൂഷണമല്ല. ഗംഭീറും സൂര്യകുമാറും ഇനിയെങ്കിലും ഉചിതമായ തീരുമാനമെടുക്കുമോ?